രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റാഹിയാണ്. റാഹി ഉൾപ്പെടെ ദാമിയുടെ മരണത്തിന് കാരണമായ ആൾക്കാരെ പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് തന്നെയാണ് റാഹി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മരിക്കാൻ അർഹിക്കുന്ന ഓർഡറിൽ അവരുടെ ഫോട്ടോസ് റാഹി ഭിത്തിയിൽ പേസ്റ്റ് ചെയ്യുകയാണ്. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ കെ, ഡോക്ടർ ഷാ, നാം, ഹൻമുനി, മിസ് ഗോ, ജിൻമോ, ഇവർ 6 പേര് തന്നെയായിരുന്നു. അവർക്കൊക്കെയുള്ള ശിക്ഷ കൊടുക്കാനായിട്ടുള്ള സമയമായി എന്ന് റാഹി സ്വയമേ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ ലീ ആയിട്ട് ഇപ്പോൾ അഭിനയിക്കുന്ന മാത്യുവിൻ്റെ ഡോക്യുമെൻ്ററി ചിത്രീകരണം തുടങ്ങുന്ന ഡയറക്ടർ മിഷേലിനെയാണ്. അതിൻ്റെ ഭാഗമായി റാഹിയും മാത്യുവും ഒക്കെ 2 ഓർഫനേജുകളിൽ വിസിറ്റ് ചെയ്യുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ലീ എന്ന് ലോകത്തെ പ്രൂവ് ചെയ്യാനായിട്ടായിരുന്നു ഇങ്ങനൊരു സീൻ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായ പ്രസ് കോൺഫറൻസിൽ തൻ്റെ പുതിയ ആപ്പായിട്ടുള്ള തിക്കിത്താക്കയുടെ ചിൽഡ്രൻ ഹോം എന്ന ആപ്പും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റാഹി ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. വളരെ ചെറിയൊരു പ്രൊസീജിയറിലൂടെ കുട്ടികളിൽ ഒരു GPS ചിപ്പ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അവരെ മിസ്സിംഗ് ഒക്കെ ആവുകയാണെങ്കിൽ കണ്ടെത്താനായിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ആപ്പ് മാർക്കറ്റ് ചെയ്യുകയാണ് റാഹി. അങ്ങനെ ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണത്തിനൊക്കെ ശേഷം മിഷേൽ റാഹിയുടെ മാത്യുവിൻ്റെ അടുത്ത് വന്നിട്ട് തൻ്റെ സിനിമയായ ഡിയർ ഡി, ദാമിക്ക് വേണ്ടി ദാമിയുടെ ജീവിതത്തെ റിലേറ്റ് ചെയ്തെടുത്ത ഡിയർ ഡി എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ അത് റിലീസാവും എന്ന് അവരെ 2 പേരെയും മിഷേൽ അറിയിക്കുകയാണ്. അടുത്ത സീനിൽ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് വന്ന മിസ് ഗോയെയാണ് കാണിക്കുന്നത്. തൻ്റെ മക്കളായ എറിക്കനെയും ഫിലിപ്പിനെയും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പിക്ക് ചെയ്യാനായിട്ട് വന്നതായിരുന്നു മിസ് ഗോ. അപ്പോഴാണ് ബലൂൺ വിൽക്കുന്ന ഒരാൾ അവിടെ ഉള്ളതായിട്ട് അവർ ശ്രദ്ധിക്കുന്നത്. കുട്ടികളെ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിച്ചെല്ലുകയും ബലൂൺ വാങ്ങാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ബലൂൺ വാങ്ങി അവർ തിരിച്ചു വരുമ്പോഴാണ് മിസ് ഗോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തിരിച്ചു വന്നവരുടെ കൂട്ടത്തിൽ ഫിലിപ്പിൻ്റെ കൂടെ എറിക്ക ഇല്ലായിരുന്നു. എറിക്ക മിസ്സിംഗ് ആയിരുന്നു. അവർ അവിടെ എല്ലാം എറിക്കനെ തേടുന്നുണ്ടായിരുന്നെങ്കിലും എറിക്കനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മേയറും ബാക്കിയുള്ള ഓഫീഷ്യൽസുമായിട്ട് മീറ്റിങ്ങിലിരിക്കുന്ന ജിൻമോയാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ തിക്കിത്തക്കയുടെ ആപ്പായിട്ടുള്ള ചിൽഡ്രൻ ഹോമിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ജിൻമോ. ആ ഒരു ആപ്പ് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണെന്നും ആൾക്കാർ തൻ്റെ കുട്ടികളുടെ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അവർ മിസ്സിംഗ് ആയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സ് ചെല്ലും എന്നൊക്കെയാണ് ജിൻമോ അവിടെ പറയുന്നത്. മേയറുടെ ഓഫീസിൽ നിന്ന് ഈ ഒരു ചിൽഡ്രൻ ഹോം എന്ന ആപ്പിന് വേണ്ടിയിട്ടുള്ള ബിഡിങ് ചെല്ലാനായിട്ടായിരുന്നു ജിൻമോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വേറൊരു ആപ്പും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ജിൻമോ അതിനുശേഷം പറയാണ്, ഈ ഒരു തിക്കിത്താക്കയുടെ ചിൽഡ്രൻ ഹോം എന്ന ആപ്പിന് ലോകത്തുള്ള CCTVകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിലൂടെ കുട്ടികളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു ആപ്പിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിലും മേയർ ആ ഒരു 2ാമത്തെ ആപ്പ് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മേയറുടെ തീരുമാനമൊക്കെ കേട്ടിരിക്കുമ്പോഴാണ് ജിൻമോയ്ക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ് ഗോയുടെ കോൾ ചെല്ലുന്നത്. എറിക്ക മിസ്സിംഗ് ആണെന്നും താൻ കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഇങ്ങനെ ബലൂൺ വാങ്ങാൻ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് എറിക്കയെ കാണുന്നില്ല, ആരോ എറിക്കനെ കിഡ്നാപ്പ് ചെയ്തു, ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മിസ് ഗോയുടെ കോള് ജിൻമോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വാർത്ത കേട്ട ഉടൻ തന്നെ ടെൻഷനായിട്ട് ജിൻമോ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നീട് ന്യൂസിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ന്യൂസിലൊക്കെ ഫുള്ള് ഇത് തന്നെയായിരുന്നു. കാരണം ജിൻമോ ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി മേയറാണ്. അപ്പോൾ ഡെപ്യൂട്ടി മേയറിൻ്റെ മകളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് എന്നൊരു വലിയ വാർത്ത തന്നെ ന്യൂസിൽ വരികയാണ്. അത് മാത്രമല്ല, കിഡ്നാപ്പർ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് $2 മില്യൺ ആവശ്യപ്പെട്ടിട്ട്. ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ വലിയൊരു വാർത്തയായിട്ട് മാറുകയാണ്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിയുന്നുമുണ്ട്. തിക്കിത്താക്കയുടെ ചിൽഡ്രൻ ഹോം എന്ന ആപ്പ് ഉപയോഗിച്ച് നാമും ബാക്കിയുള്ള പോലീസുകാരും എറിക്കയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവിടെ ചെന്നിട്ട് എറിക്കനെ രക്ഷപ്പെടുത്തുകയാണ്. ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് മിസ് ഗോയും ജിൻമോയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി എറിക്കനെ കണ്ടതിന് ശേഷം ജിൻമോ നാമിനെ നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു രീതിയിൽ നാം ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യത്തോടു കൂടി ജിൻമോ മനസ്സിലാക്കുകയാണ് ഈ ഒരു ഫുൾ കിഡ്നാപ്പിംഗ് തന്നെ പ്ലാൻഡ് ആയിരുന്നു. അവരുടെ ചിൽഡ്രൻ ഹോം എന്നൊരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാനും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് മറ്റുള്ളവരെ കണ്ട് വിശ്വസിപ്പിക്കാനുമാണ് ഇങ്ങനെയൊരു കാര്യം അവർ നാടകം ചെയ്തത് എന്ന കാര്യം ജിൻമോയ്ക്ക് മനസ്സിലാവുകയാണ്. ഈ ഒരു കിഡ്നാപ്പിങ്ങിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്താണോ അത് അതേപടി തന്നെ നടക്കുന്നുണ്ട്. ആപ്പിന് വളരെ വലിയൊരു പ്രൊമോഷനാണ് ഈ ഒരു കിഡ്നാപ്പിങ്ങിലൂടെ അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചത്. എറിക്കയെ തിരിച്ചു കിട്ടിയതിൻ്റെ ആ ഒരു ഫുൾ ക്രെഡിറ്റും ആപ്പിന് തന്നെ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൻ്റെ ആ ഒരു ലൊക്കേഷൻ ട്രാക്കിംഗ് എന്നൊരു ഫീച്ചർ വളരെയധികം പ്രശംസ നേടുകയാണ്. ഇതുവരെയായിട്ടും എത്രത്തോളം രജിസ്ട്രേഷനാണോ ആപ്പിനുണ്ടായിരുന്നത് അതിൻ്റെ 3 മടങ്ങ് രജിസ്ട്രേഷനാണ് പിന്നീട് ആൾക്കാർക്ക് വന്നുകൊണ്ടിരുന്നത്.
ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഭയപ്പെട്ട് പേരൻസ് അവരുടെ കുട്ടികളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ആപ്പിലേക്ക് രജിസ്റ്റർ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. പാരൻസിൻ്റെയും കുട്ടികളുടെയും ഒക്കെ DNA ഫിംഗർ പ്രിൻസും വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ തന്നെ ആപ്പുകാർ കളക്ട് ചെയ്യുകയാണ്. ഈ ഒരു കിഡ്നാപ്പിംഗ് കേസ് കൊണ്ട് തന്നെ ഗവൺമെൻറ്റും ഈ ഒരു ആപ്പിൻ്റെ സെക്യൂരിറ്റിയെ പറ്റി വളരെ ബോധവാന്മാരായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് വളരെ ഉപകാരപ്രദമാണെന്നും എല്ലാവരും ഉപയോഗിക്കണമെന്നും തൻ്റെ കുട്ടികളെ സുരക്ഷിതമായിട്ട് വെക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ടിക്കിത്തക്കയുടെ സ്റ്റോക്ക് പ്രൈസുകൾ വർദ്ധിച്ചതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന മാത്യുവിനെയാണ്. അവിടെ മിസ് ഗോ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അവിടേക്ക് വന്ന മിസ് ഗോ നേരെ വന്ന് ജിൻമോയെ അടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു കിഡ്നാപ്പിംഗ് എല്ലാം ടിക്കിത്തക്കയുടെ പ്ലാനിങ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം മിസ് ഗോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കുട്ടിയെ വെച്ചിട്ട് ഇങ്ങനൊരു നാടകം അവർ കളിച്ചത് മിസ് ഗോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ജിൻമോയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്ലാനാണെന്ന് കരുതിയാണ് ഇവിടെ ജിൻമോയുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നത്. എൻ്റെ കുട്ടി ഉപയോഗിച്ച് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിൽ തന്നെ മിസ് ഗോ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ സമയത്ത് റാഹി വന്നിട്ട് പറയാണ്, നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എറിക്കയുടെ അടുത്ത് ചോദിച്ച് അവളുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മിസ് ഗോയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എറിക്കൊന്നും പറ്റിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിസ് ഗോ ഇതെല്ലാം കൂടെ കേട്ടിട്ടും കൺവിൻസ് ആവാതെ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, ഇനി മേലാൽ എൻ്റെ കുട്ടികളെ ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യത്തുമില്ല, അത് മാത്രമല്ല എല്ലാം ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയ സ്വരത്തിൽ തന്നെ പറഞ്ഞതിന് ശേഷം മിസ് ഗോ അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങിയ മിസ് ഗോയുടെ പുറകെ തന്നെ ജിൻമോ ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് നീ നിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്തു, പക്ഷെ അതിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ഇനി ഞാൻ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഒരു കാര്യം നീ മറക്കരുത്, ഞാൻ നിൻ്റെ ഹസ്ബൻഡും അല്ല, എറിക്കയുടെയും ഫിലിപ്പിൻ്റെയും അച്ഛനും അല്ല. അതുകൊണ്ട് ഇനിയും ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് നീ ശ്രമിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ജിൻമോ അവിടുന്ന് പോവാണ്. അങ്ങനെ മിസ് ഗോയുടെ അടുത്ത് ഡോക്ടർ ചായൻ നാമും വന്ന് സംസാരിക്കുകയാണ്. നീ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ജിൻമോ ഈ ഒരു പ്ലാനിൽ ആദ്യം തൊട്ടേ എതിരായിരുന്നു. ജിൻമോ യാതൊരു കാരണവശാലും ഈ ഒരു പ്ലാനിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അറിയാതെയാണ് അവർ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം ഇന്നാണ് ജിൻമോയും അറിയുന്നത്, നിന്നെപ്പോലെ തന്നെ. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഹൻമുനിയാണ് കാണിക്കുന്നത്. മിസ് ഗോ തൻ്റെ മകളെ ഓർത്ത് എത്രമാത്രം പ്രൊട്ടക്റ്റീവായി എന്നൊരു കാര്യം ഹൻമുനിയെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ ഹന്നയുടെ കാര്യം ആലോചിക്കുന്നത്. തൻ്റെ സ്വന്തം മകളായ ഹന്നയും സ്വന്തം അമ്മയും എവിടെയാണെന്ന് പോലും, അതോ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഹൻമുനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ച് ഹൻമുനി അവിടെ ഇരിക്കുകയാണ്. പിന്നീട് മിസ് ഗോയുടെ വീടാണ് കാണിക്കുന്നത്. വീട്ടിലേക്ക് തിരിച്ചു വന്ന ജിൻമോയുടെ മാപ്പ് പറയുകയും താൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യാണ് മിസ് ഗോ. പക്ഷേ ഒരു മൈൻഡും കൊടുക്കാതെ ജിൻമോ അവിടെ നിൽക്കി പോവാണ്. അപ്പോഴാണ് മിസ് ഗോ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഇതിനു മുമ്പ് താനായിട്ട് യാതൊരു ബന്ധമില്ലെന്നും അങ്ങനെ റിയലായിട്ട് ഹസ്ബൻഡും വൈഫും ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ജിൻമോ പറഞ്ഞിരുന്ന ആ ഒരു കാര്യമായിരുന്നു മിസ് ഗോ ആലോചിച്ചിരുന്നത്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മാത്യുവിൻ്റെ കോള് മിസ് ഗോയ്ക്ക് വരുന്നത്. ജിൻമോയുടെ റിപ്പോർട്ട്സ് എല്ലാം കൊടുക്കണമെന്ന് മിസ് ഗോയുടെ അടുത്ത് മാത്യു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാനായിട്ടായിരുന്നു മാത്യു വിളിച്ചിരുന്നത്. ഇതുവരെ യാതൊരു സംശയപരമായ കാര്യങ്ങളും ജിൻമോ ചെയ്യുന്നില്ല എന്ന് തന്നെ മിസ് ഗോ മാത്യുവിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം ഡിയർ ഡി എന്ന മൂവിയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രെയിലർ കാണുന്ന മോനെയാണ് കാണിക്കുന്നത്. ട്രെയിലർ കണ്ടതോടെ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് ഹൻമുനി റാഹിനെ വിളിക്കുകയാണ്. എന്നിട്ട് മാത്യു ആയിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിന് റാഹി മറുപടി പറയുന്നത്, അങ്ങനെ നിനക്കോ മറ്റുള്ളവർക്കോ ഒന്നും അത്ര എളുപ്പത്തിൽ മാത്യുവിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത മോനെ മിഷേലിനെ തന്നെ ചെന്നിട്ട് കാണുകയാണ്. എന്നിട്ട് കെയുമായിട്ട് ബന്ധപ്പെട്ട സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ്. അതായത് മാത്യു തന്നെയാണ് കെ, നിൻ്റെ അനിയത്തിയുടെ കൊലപാതകയായ കെയെ തന്നെയാണോ നീ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മിഷേലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷേ മിഷേലിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ കൂടി മോനെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അവളുടെ മുന്നിൽ നാടകം കളിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ റിലീസ് നിർത്തിവെക്കണമെന്നായിരുന്നു മോനയുടെ ആവശ്യം. പക്ഷേ അത് നടക്കില്ലെന്നും ലോകമെമ്പാടും പല OTT പ്ലാറ്റ്ഫോംസിലും താൻ ഈ പടം റിലീസ് ചെയ്യുമെന്ന് തന്നെ മിഷേൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവിടുന്ന് പോകുന്ന ഹൻമുനി ഒരാളെ അറിയാതെ ചെന്നിട്ട് ഇടിക്കുന്നുണ്ട്. ആ ആൾ മോനയുടെ അടുത്ത് വളരെ റൂഡായിട്ട് സംസാരിക്കുകയും തൻ്റെ കാർഡ് കൊടുത്തിട്ട് തൻ്റെ പേര് ഹ്വങ് ചൻ സോങ് എന്നാണെന്ന് പറയുകയും ചെയ്യുകയാണ്. മോനെ അത് വലിയ കാര്യമാക്കി എടുക്കാതെ അവിടുന്ന് പോവാണ്. അങ്ങനെ അവിടെ നിന്നിറങ്ങിയ ഹൻമണി നേരെ റാഹിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഈ ഒരു മൂവി ഒരിക്കലും റിലീസാവാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ മാത്യു എനിക്ക് പ്രോമിസ് തന്നതാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ ഈ മൂവി റിലീസാക്കുന്നത് എന്ന് ഹൻമണി ചോദിക്കുകയാണ്. മോനെ ലാസ്റ്റ് കാലിൽ വീണിട്ട് റാഹിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ ടീസർ റിലീസ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ ഒരു സിനിമ സോങ്ചിൻ ഗ്രൂപ്പിന് എതിരെ പ്രവർത്തിക്കാനായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്?
ദയവ് ചെയ്ത് ഈ ഒരു സിനിമ നിർത്താനായിട്ട് ആവശ്യപ്പെടൂ എന്ന് കാലിൽ വീണിട്ട് അപേക്ഷിക്കുകയാണ് ഹൻമുനി. അങ്ങനെ റാഹി ശരി ഞാൻ മാത്യുവിൻ്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറയാണ്. പക്ഷേ റാഹി അവിടുന്ന് മാത്യുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ട്രെയിലർ പുറത്ത് വന്നതോടുകൂടി അത് കണ്ട ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇനി ഹൻമുനി തന്നെയായിരുന്നോ ശരിക്കുള്ള ബുള്ളി, ദാമിയുടെ അടുത്ത് ആ ഒരു ഉപദ്രവങ്ങളൊക്കെ ചെയ്തത് ഹൻമുനി തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ ആൾക്കാർ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് റാഹി മാത്യുവിൻ്റെ അടുത്ത് പറയാണ്. റാഹി തൻ്റെ പ്ലാനായിട്ട് മാത്യുവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആൾക്കാരെ സത്യം ഒരിക്കലും ഇപ്പോൾ അറിയാനായിട്ട് പാടില്ല. അവരൊന്നും അറിയാതെ കാര്യങ്ങൾ ഗസ്സൊക്കെ ചെയ്തിരുന്നിട്ട് അവസാനം സിനിമ റിലീസാവുമ്പം പ്രീമിയർ ചെയ്യുമ്പോൾ മാത്രം ആൾക്കാരെല്ലാം അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. മാത്യുവിനും ആ ഒരു പ്ലാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്യു അതിനുശേഷം റാഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്, സേവിൻ്റെ CEO ആയിട്ടുള്ള ഹോങ് ചൻ സോങ് ആയിട്ടുള്ള മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് മറുപടിയായിട്ട് റാഹി പറഞ്ഞത്, അയാൾ വളരെ അഹങ്കാരിയായ ഒരു മനുഷ്യനാണ്, ഇതുവരെ ആ ഒരു മീറ്റിങ്ങിന് റെഡി ആയിട്ടില്ല എന്നാണ്. സേവ് എന്ന് പറയുന്നത് ആക്ച്വലി ടിക്കറ്റൊക്കെനേക്കാളും വളരെ വലിയതായിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അവരുടെ കോമ്പറ്റീറ്റർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ടിക്കറ്റൊക്കെയുടെ എതിരായിട്ടുള്ള ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു സേവിൻ്റെ പരിപാടി. മാത്യു ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ആ സേവ് എന്ന കമ്പനിയും കൂടി കൈക്കലാക്കിയിട്ട് ടിക്കറ്റൊക്കെ ആയിട്ട് മെർജ് ചെയ്ത് എല്ലാത്തിൻ്റെയും വലിയ CEO ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കണമെന്നായിരുന്നു. റാഹിയും കൂടെ നിന്ന് മാത്യുവിൻ്റെ ഈ ഒരു പ്ലാനിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ചിൽഡ്രൻ ഹോം എന്നൊരു ആപ്പ് മാത്യു ലോഞ്ച് ചെയ്തത് തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിലൂടെ ആൾക്കാരുടെ ഫിംഗർ പ്രിൻറ്റ്സും DNA ഉൾപ്പെടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം അത് ദുരുപയോഗം ചെയ്യാനായിട്ടായിരുന്നു മാത്യുവിൻ്റെ പ്ലാൻ. ഈ ഒരു കാര്യവും റാഹി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹന്നയും ഹൻമുനിയുടെ അമ്മയുമായിരുന്നു. അവർ അങ്ങനെ ആൾക്കാരൊന്നും അധികം ഇല്ലാതിരുന്നൊരു സ്ഥലത്ത് താമസിച്ച് വരികയായിരുന്നു. അവിടെ ഹൻമുനിയുടെ അമ്മയുടെ അടുത്ത് ഹന്ന ചെന്നിട്ട് തൻ്റെ ഡ്രോയിങ്സ് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് ഹൻമുനിയുടെ അമ്മ ചോദിക്കുകയാണ്, നിനക്ക് ഈ കളറൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം. ഹന്ന അതിന് മറുപടി പറയുന്നത് തനിക്ക് അറിയില്ലെന്നും വീടിൻ്റെ ഫ്രണ്ടിൽ ആരോ വെച്ചിട്ട് പോയതാണെന്നും അത് ആരാണെന്ന് താൻ കണ്ടില്ലെന്നുമാണ്. ഇത് കേട്ട ഹൻമുനിയുടെ അമ്മ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ഹന്നൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആര് വന്നാലും നീ അടുത്ത് പോകരുത്, ആരെങ്കിലും അഥവാ ഈ വഴി വന്നാൽ തന്നെ അവരുടെ മുന്നിൽ പെടാതെ ഒളിച്ചു നിൽക്കണം, ആരുടെയും കണ്ണിൽ ചെന്ന് പെടരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഹൻമുനിയുടെ അമ്മ. പിന്നീട് തിക്കിത്തക്കയിൽ വരുന്ന ഹൻമുനി തിരിച്ചറിയുകയാണ്, അതായത് ഡിയർ ഡി എന്ന മൂവിയുടെ 2ാമത്തെ ടീസറും റിലീസായിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തിലെ റാഹിയുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഹൻമുനി ചെല്ലുകയാണ്. ആ സമയത്ത് റാഹി സേവിൻ്റെ CEO ആയിട്ടുള്ള ഹോങ് ചൻ സോങ്ങിൻ്റെ സെക്രട്ടറി ആയിട്ട് സംസാരിക്കുകയായിരുന്നു. സോങ്ങുമായിട്ടുള്ള മീറ്റിംഗ് ആദ്യത്തെ പ്രാവശ്യം നടക്കാത്തതിനാൽ വീണ്ടും ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ടായിരുന്നു റാഹി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ റാഹി ഫോൺ വെച്ചതിന് ശേഷം ഹൻമുനി റാഹിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ആദ്യത്തെ ടീസർ തന്നെ ടേക്ക് ഡൗൺ ചെയ്തോളാം, സിനിമ ഇനി റിലീസ് ആവില്ല എന്നുള്ള കാര്യം, പിന്നെ എന്തുകൊണ്ടാണ് 2ാമത്തെ ടീസറും ഇപ്പോൾ ഇവിടെ റിലീസായിരിക്കുന്നത്? ഇതിന് ചിരിച്ചുകൊണ്ട് തന്നെ റാഹി മറുപടി പറയാണ്, നീ എന്തൊരു മണ്ടിയാണ്, മാത്യു ഇപ്പോൾ മിസ്റ്റർ ലീ ആയിരിക്കുകയാണ്, എന്തിനാണ് ഇനി അയാൾ ആ ഒരു സിനിമ ക്യാൻസൽ ചെയ്യുന്നത്? ഈ ഒരു സിനിമ ഇറങ്ങുന്നതോടെ ദാമിയുടെ ഇന്നസെൻസ് ആണ് ലോകത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യുന്നത്. ഇതിലും വലിയൊരു മാർക്കറ്റിംഗ് അയാൾക്ക് കിട്ടാനായിട്ടുണ്ടോ? നീ പറയുന്നതനുസരിച്ച് നിനക്ക് വേണ്ടി സിനിമ ക്യാൻസൽ ചെയ്യുമെന്നായിരുന്നോ നീ വിചാരിച്ചിരുന്നത്? റാഹി ഹൻമുനിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് കഴുകി കളയാനായിട്ട് നിനക്ക് സാധിക്കില്ല. നീ ചെയ്ത കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ലോകത്തുണ്ട്. നീ ഒരു ബുള്ളി ആയിട്ട് തന്നെ ഈ ലോകത്ത് ആൾക്കാർ അറിയും. ഇതിന് ഹൻമുനി തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങളെന്താ വിചാരിച്ച് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്നാണോ? നിങ്ങൾ ദാമിയുടെ അടുത്ത് എത്ര മോശമായിട്ടാണ് പെരുമാറിയതെന്നും അവളുടെ അടുത്ത് ഒരമ്മ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്നും ഞാൻ പുറത്ത് പറയും. പക്ഷേ ഇത് കേട്ടിട്ട് റാഹിക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. നീ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ചെയ്യ്, എന്താണെന്ന് വെച്ചാൽ ലോകത്തോട് വിളിച്ച് പറയും. പക്ഷേ ഒരു ബുള്ളി ആയിട്ടുള്ള നീ പറയുന്നത് ആര് കേൾക്കാനാണ്? ഹൻമുനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വളരെ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അവൾ ആരെയോ വിളിച്ചിട്ട് മിഷൻ്റെ വീട്ടിൽ ചെന്നിട്ട് ജിയനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യണമെന്ന് പറയാണ്. പെട്ടെന്നാണ് റാഹിയുടെ റൂമിലേക്ക് ചെന്ന സമയത്ത് റാഹി ഫോൺ കോളിലൂടെ സംസാരിക്കുന്ന ആ ഒരു കാര്യം ഹൻമുനിക്ക് ഓർമ്മ വരുന്നത്. റാഹി സേവ് എന്ന കമ്പനിയുടെ CEO ആയിട്ടുള്ള ഹോങ് ചൻ സോങ് ആയിട്ട് ഒരു മീറ്റിംഗ് ഏർപ്പെടുത്താനായിട്ടുള്ള ശ്രമത്തിലായിരുന്നല്ലോ. അത് കേട്ട ഹൻമുനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുകയാണ്, താൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്തിരുന്ന ആ ഒരു ആൾ. തനിക്ക് ബിസിനസ് കാർഡ് തന്നിട്ട് പോയ ഒരാൾ തന്നെയാണോ ഇത് എന്ന സംശയത്തിൽ തൻ്റെ ബാഗിനുള്ളിൽ നിന്ന് ആ ഒരു കാർഡ് തപ്പിയെടുത്തിട്ട് അതിൽ സേവ് എന്ന പേര് കാണുന്ന ഹൻമുനി വളരെയധികം സന്തോഷിക്കുകയാണ്. ദൈവം ഇപ്പോഴും അവളുടെ കൂടെ തന്നെയുണ്ട് എന്നവൾ വിശ്വസിക്കുകയാണ്.